ഇതാണൊരു ശരാശരി കുറുവ. ആറാം പറപ്പിൻ്റെ അങ്ങേയറ്റം. ഏതൊരു മലയാളിക്കും തോന്നുന്ന കാര്യം. എൻ്റെ കഴിഞ്ഞ വീഡിയോയുടെ താഴെയായിട്ട് ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ കീടങ്ങളെ വകവരുത്താൻ പലരും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആസിഡ് അറ്റാക്ക്, കരണ്ട് അടിപ്പിച്ച് കൊല്ലാം, പടക്കം പൊട്ടിക്കാം, അങ്ങനെ പല പല കാര്യങ്ങൾ. പക്ഷെ അതൊക്കെ നിയമപരമായി നോക്കിക്കഴിഞ്ഞാൽ തെറ്റായതുകൊണ്ട് ആ മണ്ടത്തരങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല. നമുക്ക് വേണ്ടത് എന്താണ്? ഈ മാരണങ്ങൾ നമ്മുടെ വീടിൻ്റെ 15 മീറ്റർ ദൂരെ വരുമ്പോൾ അലാം അടിക്കണം. അതിനുപയോഗിക്കുന്ന ഡിക്റ്റേറ്റർ അല്ലെങ്കിൽ സെൻസറാണിത്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്യേണ്ട ഏരിയ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സെറ്റിനോടൊപ്പം തന്നെ മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളും വരുന്നുണ്ട്. ഇനി ഇതാണ് ഡോർ കോണ്ടാക്റ്റ് സെൻസർ. വാതിൽ കുത്തിപ്പൊളിച്ചാണ് ഇവന്മാർ പൊതുവേ നമ്മുടെ വീട്ടിൽ കയറാറുള്ളത്. ഇനി ഇത് വീടിൻ്റെ ഉള്ളിൽ വെക്കുന്ന സെൻസറാണ് കേട്ടോ. ആരെങ്കിലും നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ കടന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അലാം കിട്ടും. ഇനി ഇത് ഗ്യാസ് ലീക്കേജ് സെൻസറാണ്. ഗ്യാസ് തുറന്നു വിട്ട് നമ്മളെ അപകടപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അലാം അടിക്കും. ഇത് ഷട്ടർ കോണ്ടാക്റ്റ് സെൻസറാണ്. ഷട്ടറൊക്കെ തുറന്ന് അകത്ത് കിടക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അലാം അടിക്കും. അങ്ങനെ പല പല സെൻസറുകൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആവറേജ് കോസ്റ്റ് ഒരു 35,000 രൂപയോളം വന്നേക്കാം. സെൻസറിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചും നമ്മുടെ വീടിൻ്റെ വലിപ്പത്തിനനുസരിച്ചും ഇതിൻ്റെ പ്രൈസിനകത്ത് മാറ്റം വരും കേട്ടോ. ഞാൻ ഈ ഒരു ന്യൂസിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് എന്താണെന്നറിയോ? ആ CCTV ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റിയാണ്. 2 പേര് റോട്ടിലൂടെ ഓടിപ്പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അത് ആണാണോ പെണ്ണാണോ എന്ന് പോലും ക്യാമറയുടെ മുമ്പിലൂടെ ഓടിയിട്ട് മനസ്സിലാകുന്നില്ല. ഇവിടെ ഈ ഒരു വിഷ്വൽസിൽ ആരോ ഒരാൾ ഓടിപ്പോകുന്ന പോലെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ക്യാമറ വെച്ചിരിക്കുന്നത് തികച്ചും അൺപ്രൊഫഷണൽ ആയിട്ടാണ്. കാരണം ഒരാളും ഒരു ലൈറ്റ് സോഴ്സിൻ്റെ നേരെ തിരിച്ച് ക്യാമറ വെക്കില്ല. കാരണം ക്യാമറയിൽ നിന്നുള്ള ഇൻഫ്രാറെഡ് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഓണാവില്ല. അപ്പോൾ നിങ്ങൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൃത്യമായിട്ടത് കാണാൻ സാധിക്കും. അവിടെ ആ ഓടിപ്പോകുന്ന വ്യക്തിയെ നമ്മൾ കാണുന്നേ ഇല്ല. ഇത് 3ാമത്തെ ക്യാമറയുടെ വിഷ്വൽസാണ്. ഈ വിഷ്വൽസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഗ്രീൻ മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയയ്ക്കുള്ളിലൂടെ എന്തോ ഒരു നിഴൽ പോകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ ഗ്രീൻ മാർക്ക് അവിടെ 24 ന്യൂസ് ചാനലുകാർ കൊടുത്തത് തന്നെ ഈ ക്യാമറയിൽ അല്ലെങ്കിൽ ഈ വീഡിയോ നമ്മൾ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏരിയ ഇതാണെന്നാണ്. അതായത് അവിടെ ഒട്ടും വ്യക്തതയില്ലാത്ത വീഡിയോ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ ചിലരെങ്കിലും വിചാരിച്ചേക്കും ഇവൻ പറയുന്ന രീതിയിലുള്ള ക്യാമറകൾ വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാശാവും, അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് നമ്മൾ ക്യാമറ വയ്ക്കുന്നു. അപ്പോൾ അങ്ങനെ പറയുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ അനലോഗ് ക്യാമറകൾ ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോഴും ഏതാണ്ട് ഒരു 30,000 അല്ലെങ്കിൽ 35,000 രൂപ വരെ കേബിളിംഗ് അടക്കം നമുക്ക് കോസ്റ്റ് വരും. അതേസമയം നമുക്കൊരു 10,000 രൂപ കൂടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ക്യാമറകൾ എടുക്കാൻ സാധിക്കും. അതായത് IP ക്യാമറകൾ എടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ 4 ക്യാമറകൾ അനലോഗ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ നിഴൽ കണ്ടുകൊണ്ട് ഒരു പ്രയോജനവും കിട്ടുന്നില്ല. നാളെ ഇനി ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ വീട്ടിൽ കയറി അതിക്രമം കാണിച്ചു കഴിഞ്ഞാൽ ഈ ഒരു നിഴലിനെ കാണിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് അവർക്കെതിരെ കേസെടുക്കാൻ സാധിക്കുന്നത്? അല്ലേ? ഏത് കോടതിയിലാണ് നിങ്ങൾക്കത് ആ ഒരു വ്യക്തിയായിരുന്നു നിങ്ങളുടെ വീട്ടിലേക്ക് കയറി അതിക്രമം കാണിച്ചതെന്ന് പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നത്? അതുകൊണ്ട് ഒരു പ്രയോജനമില്ലാതെ പോവുകയാണ്. അതായത് നിങ്ങൾ അത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു വഴി പറയാം. നമ്മൾ ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ വലിയ പൈസ ഒന്നും എടുക്കാനില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞത് നമുക്ക് വരുന്നത് ഏതാണ്? 4 ക്യാമറകളുടെ NVR സിസ്റ്റമാണ് വരുന്നത്. ആ ഒരു സെറ്റ് ഓഫ് ബോക്സ് പോലെയുള്ള NVR നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ആദ്യം 2 IP ക്യാമറകൾ മാത്രം മേടിച്ച് വയ്ക്കുക, നമ്മുടെ കയ്യിൽ പണം കുറവാണെന്നുണ്ടെങ്കിൽ. എന്നിട്ട് നമ്മൾ അതിനെ അപ്ഗ്രേഡ് ചെയ്തിട്ട് പിന്നീട് 2 കൂടെ കൂട്ടുകയോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് നിങ്ങളുടെ കയ്യിൽ കാശ് വരുന്നതിനനുസരിച്ച് കൂട്ടാം. ആ രീതിയിലാണ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ആ ഒരു സിസ്റ്റം വളരെ പെർഫെക്റ്റ് ആയിരിക്കും. അതേസമയം നമ്മൾ ഇപ്പോൾ വെക്കുന്ന സമയത്ത് നമ്മൾ കുറേ അനലോഗ് ക്യാമറകളങ്ങ് മേടിച്ച് വെച്ചു, പക്ഷേ നമുക്ക് അതുകൊണ്ടൊരു പ്രയോജനമില്ലാതെ പോകും. ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ കൂടെ ഞാൻ പറയാം. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു 2.8 mm വൈഡ് ആംഗിൾ വരുന്ന ഒരു ലെൻസുള്ള ക്യാമറ. 2.8 mm എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 100 ഡിഗ്രിയോളം വൈഡ് വ്യൂ ആയിരിക്കും അതിന് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇത്രയും വൈഡുള്ള ഈ ഒരു ക്യാമറ നമ്മളൊരു സ്കൂൾ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോയി വെച്ചെന്ന് വിചാരിക്കുക. ഈ 2.8 mm ലെൻസുള്ള ക്യാമറയ്ക്ക് ഈ സ്കൂൾ ഗ്രൗണ്ട് മുഴുവൻ നിങ്ങളെ കാണിക്കാൻ സാധിക്കും, നിങ്ങൾക്കത് മുഴുവൻ കാണാം. പക്ഷേ ഞാൻ ആ ഒരു കാര്യം പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, വെറും 4 മീറ്റർ വരെ മാത്രമാണ് ആ ഒരു ക്യാമറയുടെ ഐഡൻറ്റിഫിക്കേഷൻ വരുന്നത്. അതേസമയം റെക്കഗ്നേഷൻ പവർ എന്ന് പറഞ്ഞാൽ വെറും 8 മീറ്റർ വരെ മാത്രമാണ്. അതായത് ക്യാമറ മാനുഫാക്ചറുടെ പ്രശ്നം കൊണ്ടല്ല ആ ഒരു ക്യാമറ അവിടെ മോശമായത്, നമ്മുടെ സെലക്ഷനാണ് മോശമായി പോയത്. നമ്മൾ ആ ഒരു ക്യാമറ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് എടുത്ത് സിറ്റ് ഔട്ടിൽ കൊണ്ടുവയ്ക്കുമ്പോൾ അത് പെർഫെക്റ്റ് ആണ്. അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്.
നല്ല ക്യാമറ ഉണ്ടായിട്ട് കാര്യമില്ല, നല്ലൊരു ടെക്നീഷ്യനും കൂടെ ഉണ്ടാവണം. എന്നേ മാത്രമാണ് നല്ലൊരു സിസ്റ്റം നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും നിങ്ങളുടെ വീടിൻ്റെയും വീട്ടുകാരുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ക്യാമറ എടുക്കണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു IP ക്യാമറ എടുക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. കാരണം IP ക്യാമറയാണ് ഇന്നത്തെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ IP ക്യാമറയും ഇൻട്രൂഷൻ അലാം സിസ്റ്റവും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് നല്ല അടിപൊളി ഒരു സെക്യൂരിറ്റി സിസ്റ്റം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഇൻസ്റ്റലേഷൻ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തേക്കണം നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ വാട്സാപ്പ് അയയ്ക്കുക. അപ്പോൾ എന്തായാലും നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു.